സുരക്ഷിതവും സ്വതന്ത്രവുമായ കടന്നുപോകൽ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡെഫുൾ ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഇറാനും യുഎസും തമ്മിലുള്ള ധാരണാപത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. പരസ്പര ആക്രമണങ്ങൾ നിർത്തിവെച്ച് ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമീപകാല കരാറിനെ എക്സിലെ ഒരു പോസ്റ്റിൽ ജർമ്മൻ ഫോറിൻ ഓഫീസ് ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു. നയതന്ത്രത്തിന് ഒരു സുപ്രധാന ജാലകം നൽകുന്ന സുപ്രധാന ചുവടുവയ്പ് എന്ന് ഇതിനെ വിശേഷിപ്പിച്ചു. പരസ്പര ആക്രമണങ്ങൾ നിർത്തലാക്കാനും ചർച്ചകൾ തുടരാനുമുള്ള അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ ഒരു പ്രധാന ചുവടുവയ്പാണ്. വളരെ ദുർബലമായ സാഹചര്യത്തിൽ നയതന്ത്രത്തിനുള്ള അവസരം ഇത് സൃഷ്ടിക്കുന്നുവെന്നും പോസ്റ്റ് പറയുന്നു. വിവിധ ചർച്ചാ വിഷയങ്ങൾക്കിടയിൽ സമുദ്ര സുരക്ഷയുടെ ആവശ്യകത ഇരുവരും അടിവരയിട്ടു. ഏതൊരു അന്തിമ ചട്ടക്കൂടും ഇറാന്റെ ആണവ പദ്ധതിയെ നിർണായകമായി അഭിസംബോധന ചെയ്യണമെന്നും അങ്ങനെ ഇത് ഇനി ഒരിക്കലും ഒരു ഭീഷണി ഉയർത്തരുതെന്നും എടുത്തു കാണിച്ചു. ഹോർമുസ് വഴി സുരക്ഷിതവും സ്വതന്ത്രവുമായ കടന്നുപോകൽ ഉറപ്പാക്കുന്ന ഒരു സുസ്ഥിര പരിഹാരത്തിൽ എത്തിച്ചേരുക എന്നതാണ് ഇപ്പോൾ മുൻഗണന. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ പദ്ധതിയെ അഭിസംബോധന ചെയ്യുക. ഇത് ഇനി ഒരിക്കലും ഒരു ഭീഷണിയായി മാറരുതെന്നും അത് പറഞ്ഞു. അതേസമയം ഇറാൻ ഒരിക്കലും ആണവായുധം നേടാനോ വികസിപ്പിക്കാനോ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ ഇരു നേതാക്കളും പങ്കിട്ട ദൃഢനിശ്ചയം പ്രകടിപ്പിച്ചതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചർച്ചകളെക്കുറിച്ച് വിശദീകരിച്ചു. നാറ്റോയുടെ ഭാരം മാറ്റേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷ പരിഹാരത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഇന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാൻ ഒരിക്കലും ആണവായുധം നേടുകയോ വികസിപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഞങ്ങളുടെ പങ്കിട്ട പ്രതിബദ്ധത ആവർത്തിച്ചു. നാറ്റോയുടെ ഭാരം മാറ്റേണ്ടതിന്റെയും റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കേണ്ടതിന്റെയും ആവശ്യകതയും ഞങ്ങൾ വീണ്ടും ഉറപ്പിച്ചു. മാത്രമല്ല, അമേരിക്കയുമായി വരാനിരിക്കുന്ന ഉഭയകക്ഷി ചർച്ചകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇറാൻ വ്യക്തമായി നിഷേധിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തലത്തിലും ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു. 14 പോയിന്റ് ധാരണാപത്രത്തിന്റെ തുടർ നടപടികൾക്കായി ഒരു ഇറാൻ പ്രതിനിധി സംഘം ദോഹ സന്ദർശിക്കുമെന്നും കൂട്ടിച്ചേർത്തു. പുതിയ രാഷ്ട്രീയ സംഭാഷണങ്ങൾക്ക് തുടക്കമിടുന്നതിന് പകരം നിലവിലുള്ള ധാരണാപത്രത്തിന്റെ സാങ്കേതിക നടപ്പാക്കലിനാണ് ടെഹ്റാൻ കർശനമായി മുൻഗണന നൽകുന്നതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കിയതായി തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഈ പ്രവർത്തന ശ്രദ്ധയുടെ ഭാഗമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിൽ ഒരു വിദഗ്ധ സംഘത്തെ ഈ ആഴ്ച ഖത്തറിലെ ദോഹയിലേക്ക് അയക്കുമെന്നും ബഗായി പ്രഖ്യാപിച്ചതായി ഏജൻസി അറിയിച്ചു. അതേസമയം ചൊവ്വാഴ്ച യുഎസ് ഇറാൻ നയതന്ത്രത്തിൽ പുതിയ അനിശ്ചിതത്വങ്ങൾ നിഴലിച്ചു. ടെഹ്റാനുമായുള്ള ചർച്ചകൾ ദോഹയിൽ നടക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർബന്ധം പിടിച്ചപ്പോൾ വാഷിംഗ്ടണുമായി യാതൊരു കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിട്ടില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ പരസ്യമായി നിഷേധിച്ചു. വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാനുമായുള്ള ചർച്ചകൾ ഖത്തറിൽ നടക്കുമെന്നും ടെഹ്റാൻ ആണവ പദ്ധതിയിലായിരിക്കും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. നാളെ ദോഹയിൽ ഇത് സംബന്ധിച്ചൊരു യോഗം ചേരുമെന്ന് പറഞ്ഞ ട്രംപ് നിർദ്ദിഷ്ട ചർച്ചകളെ ഇറാനെ ആണവ മുക്തമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.